1958 മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാതെ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. മാത്രവുമല്ല, നിയമം അനുവദിക്കുന്ന നിശ്ചിത ശതമാനം പലിശ മാത്രമേ ഈടാക്കാനും പാടുള്ളൂ. ഇവിടെ അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്? അങ്കിളെ പറപ്പിച്ചു വിടണേ. അതൊക്കെ ഞാൻ പറപ്പിക്കാം. ഇപ്പൊ കേറ്. പിള്ളച്ചേട്ടാ, ഇവിടെ ഉണ്ടാവണം. ഈ കുഞ്ഞ് ഒരു മാരണം തന്നെയാ. സത്യാമ്മേ രാഘവൻ സാറ് ഇത്രയും കാലം എന്നോട് പറയാത്ത കാര്യങ്ങള് ഇന്നലെ കയറി വന്ന ശാലിന് കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ കുഞ്ഞിന്റെ ദോഷം തന്നെയാ. എന്റെ ജോലി ഈ കുഞ്ഞിന്റെ വരവോടുകൂടി പോകൂ എങ്കിൽ നിലനിൽപ്പ് നോക്കിയേ പറ്റൂ. പിള്ളച്ചേട്ടൻ പിന്നെ അത് തന്നെയാ പറയുന്നേ. ഇയാളെന്തോടെ കുശുശുക്കുന്നേ? ഇങ്ങോട്ട് വരുവാടോ. വരുന്നു സാറേ. ഇങ്ങോട്ട് വാ. ഈശ്വര, ഇനിയെങ്കിലും മോളെ കുറിച്ചൊന്നും പറഞ്ഞുണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. എടോ, ഇയാളത് എവിടെ ആയിരുന്നോ? സാറേ, വീട്ടിൽ ചെറിയൊരു ഏനക്കേട്. ഇയാൾ ഏനക്കേടൊക്കെ എനിക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കുട്ടിക്കൃഷ്ണൻ എന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ മനുഷ്യൻ എന്തിന് ആത്മഹത്യ ചെയ്തു? അത് ചെയ്യാൻ അയാൾക്കുണ്ടായ പ്രേരണ എന്താണ്? 2 മക്കളും ഭാര്യയുള്ള ഒരു കുടുംബത്തിന്റെ അത്താണിയായ ഈ മനുഷ്യൻ എന്തിനാണ് ഈ കൊടുംചതി ആ കുടുംബത്തോട് കാണിച്ചത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിനായി നിലവിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില വ്യവഹാര വിശേഷങ്ങളെക്കുറിച്ച് 1-2 കാര്യങ്ങൾ കോടതിക്ക് മുമ്പാകെ സൂചിപ്പിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന നിലയ്ക്ക് ഞാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് എന്നും ആദരവും വിധേയത്വമുള്ള ആളെന്ന നിലയ്ക്ക് ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. അത് എക്സിബിറ്റ് P1 എന്ന നമ്പറിൽ ബഹുമാനപ്പെട്ട കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. സോമശേഖർ സാറിനെ കാണുന്നില്ലല്ലോ. അതാ ഞാനും ആലോചിക്കുന്നത്. വരേണ്ട സമയം കഴിഞ്ഞല്ലോ. വരുന്നുണ്ട്. സാറിന്റെ കേസിന്റെ വാദം അകത്ത് നടക്കുമ്പോ സാർ ഇപ്പോഴാണോ വരുന്നേ? ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയടോ. കേസ് വാദിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർ ഇന്ദു കലാധരനാവുമ്പോ ഞാനെന്നല്ല, ആ കേസുമായി ബന്ധപ്പെട്ട ഒരു വിറ്റ്നസും വന്നില്ലെങ്കിലും അയാൾ ആ കേസ് വിജയിപ്പിക്കും. ശരിയാ സാറേ, അത് സത്യോ. ഡിഫൻസ് വക്കീലിനെ വായടപ്പിക്കുന്ന മികച്ച പ്രകടനമാണ് ഇന്ദു സാർ കാഴ്ചവെക്കുന്നത്. സത്യഭാമ മാത്രമല്ല, ജാമ്യം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വന്നവരെല്ലാം, കളക്ടർ അടക്കമുള്ളവര്, കളക്ടർ ശാലിനി മാഡം അടക്കം ഞെട്ടി തകർന്നിരിക്കുക. ഈ കേസ് ഇന്ദു സാറ് പൊളിച്ചെടുക്കും. ചുമ്മാതാണോ ഇന്ദു കലാധര സാറ് തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറായി വരാൻ ഞാൻ പണിയെടുത്തത്? അവരകത്ത് പോണം. അതോടെ കളക്ടർ ശാലിനിയുടെ ചങ്ക് തകരണം. ശിവൻ എന്ന 3rd റേറ്റ് ഗുണ്ടയുടെ അഴിഞ്ഞാട്ടവും അഹങ്കാരവും ഇതോടെ അവസാനിക്കണം. സോമശേഖരൻ അങ്ങനെ ഇങ്ങനൊന്നും കൃഷി ഇറക്കില്ല. പക്ഷേ കൃഷി ഇറക്കിയ വിളവെടുക്കാതെ സോമശേഖരൻ പാടത്തുനിന്ന് കയറത്തുമില്ല. ഈ കേസിൽ സത്യാമ്മയെ ഞാൻ പൂട്ടും. കയ്യാമം വെച്ച് ജയിലിലേക്ക് വിടുകയും ചെയ്യും. അവിടെ കിടന്നായിരിക്കും അവരുടെ അന്ത്യവും. അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം
പത്തനാപുരത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ 2ാം വർഷ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനി അശ്വിനി രാജൻ ഓഗസ്റ്റ് 20-ാം തീയതി രാവിലെ കോളേജിന്റെ 4ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. പഠിക്കാൻ മിടുക്കിയായിരുന്ന അശ്വതി രാജൻ എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് അശ്വതിയുടെ അച്ഛൻ രാജന് പറയാനുണ്ടായിരുന്നത് മകളുടെ പഠനത്തിനു വേണ്ടി ഒരു ബ്ലേഡ് കമ്പനിയിൽ നിന്ന് എടുത്ത വിദ്യാഭ്യാസ ലോണിനെ കുറിച്ചാണ്. അടവ് തെറ്റിയാൽ അടവെടുക്കുന്നവരാണ് ഈ ബ്ലേഡ് മാഫിയ ഗുണ്ടകൾ. രാജനെയും രാജന്റെ ഭാര്യയെയും വീട്ടിൽ വന്ന് ആക്രമിച്ചത് കൂടാതെ പത്തനാപുരത്തെ കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് പലിശപ്പണം നൽകാത്തതിന്റെ പേരിൽ അശ്വതിയെ അപമാനിച്ചു. വീട്ടിലെ ദാരിദ്ര്യാവസ്ഥ കൂട്ടുകാർക്ക് മുമ്പിൽ രഹസ്യമായി വെച്ചിരുന്ന അശ്വതിയെ കൊള്ളപ്പലിശക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന മനസ്സാക്ഷിയില്ലാത്ത ഈ വർഗം ആ പെൺകുട്ടിക്ക് നൽകിയ തിക്താനുഭവങ്ങളുടെ പരിണിത ഫലമാണ് യുവർ ഓണർ. ആ പെൺകുട്ടി 4ാം നിലയിൽ നിന്നും ചാടി തന്റെ ജീവിതം അവസാനിപ്പിക്കാനെടുത്ത ഉറച്ച തീരുമാനം. ഒരു പെൺകുട്ടി അങ്ങനൊരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണമെന്ന് ആഗ്രഹിച്ചു വന്ന പെൺകുട്ടി ഇത്രയും കടുത്തൊരു തീരുമാനം എടുക്കണമെങ്കിൽ അതനുഭവിച്ച മാനസിക ബുദ്ധിമുട്ട് എത്ര വലുതായിരിക്കും. ഓപ്പറേഷൻ കുബേര നിലനിൽക്കുന്ന സംസ്ഥാനത്താണ് ഇതുപോലെ ജീവനുകൾ പൊലിയുന്നതെന്ന് ചിന്തിക്കേണ്ട വിഷയമാണ്. 1958-ലെ മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരം ലൈസൻസ് ഇല്ലാതെ പണം പലിശയ്ക്ക് കൊടുക്കുന്നത് നിയമവിരുദ്ധമാണ്. മാത്രവുമല്ല, നിയമം അനുവദിക്കുന്ന നിശ്ചിത ശതമാനം പലിശ മാത്രമേ ഈടാക്കാനും പാടുള്ളൂ. ഇവിടെ അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്? മറ്റൊന്ന്, എക്സ്ബിറ്റ് നമ്പർ P2. ഇത് നടന്നത് എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ എന്ന സ്ഥലത്ത്. ഇവിടെ പലിശയ്ക്ക് പണം കൊടുക്കുന്നവരുടെ പിടിയിലകപ്പെട്ട് ജീവിതം നഷ്ടമായത് 54 വയസ്സുള്ള സുദേവനും 45 വയസ്സുള്ള സുശീലാദേവിയുമാണ്. മകളുടെ കല്യാണം നടത്തിയതാണ്. അപ്പൊ ചോദിക്കും, കയ്യിൽ കാശില്ലാതെ മകളുടെ കല്യാണം നടത്താൻ പോകുന്ന എന്തിനാണെന്ന്. സ്വന്തം മകൾ മംഗല്യവതിയെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ ഏത് മാതാപിതാക്കളാണ് ആഗ്രഹിക്കാത്തത്? ലോൺ നൽകാമെന്ന് പറഞ്ഞ നാഷണലൈസ്ഡ് ബാങ്കുകാർ ചതിച്ചു. പിന്നെ അവരുടെ ഏക ആശ്രയം വട്ടിപ്പലിശക്കാരായ ഇവരെ പോലുള്ളവരെ ആശ്രയിക്കാവുന്നത് മാത്രമാണ്. അവര് പണം കൊടുത്തു. പക്ഷെ പിന്നെ സംഭവിച്ച എന്താണ്? 6 മാസത്തിനുള്ളിൽ പലിശയും പലിശയുടെ പലിശയുമായി ആ കുടുംബം കടക്കണിയിലായി. കല്യാണ പെണ്ണിന്റെ കഴുത്തിലും കാതിലും കിടന്നൊക്കെ ഊരി വാങ്ങിച്ചിട്ടും കടം തീർന്നില്ല. പെണ്ണിനെ ചെറുക്കൻ വീട്ടുകാർ ഉപേക്ഷിച്ചു. മകളുടെ ജീവിതം തകർന്നെന്ന കുറ്റബോധത്താൽ ആ അച്ഛനും അമ്മയും ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തു. ആ പെൺകുട്ടി ഇപ്പോ കാക്കനാടുള്ള മെന്റൽ ഹോസ്പിറ്റലിൽ മനസ്സ് തകർന്ന അവസ്ഥയിൽ ജീവിതം തകർന്നു കിടക്കുന്നു. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ പോലെ.